ഹലോ അസ്സാം വലൈക്കും. മമ്പാട് ഓടായിക്കൽ ബ്രിഡ്ജാണിത്. നമ്മളെ നാട്ടിൽ തന്നെയാണ്. ഈ കാണുന്ന മരം കണ്ടില്ലേ, നമ്മളെ വയനാട് ചൂരൽമലയിൽ നിന്നും ഉരുള് പൊട്ടി വന്ന് ഒരുപാട് വണ്ടികള് വാറണം മരങ്ങളും അടഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടുന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. എന്തേ അപ്പോൾ ഇനിയും ഉണ്ട് എന്ന് അവിടുന്ന് നമ്മുടെ നാട്ടുകാരും ആരൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടുകാരും റെസ്ക്യൂ ആര് ബോയ്സിന്റെ ആൾക്കാരൊക്കെ ഇറങ്ങി, പല സംഘടനന്റെ ആൾക്കാരുകളും ഇറങ്ങിയിട്ടാണ് ഇവിടെ തെരച്ചിൽ നടത്തിയത്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ തെരച്ചിലാണ്. ഇന്നും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ അത് കാണിച്ചു തരുന്നത്. വളരെ സങ്കടകരമായ കാഴ്ചയാണ് കേട്ടോ നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വളരെ പ്രയാസപ്പെട്ട് നമ്മുടെ നാട്ടുകാരും റെസ്ക്യൂ ബോയ്സിന്റെ ആൾക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട് ഇവിടെ. നാട്ടുകാരെല്ലാവരും, ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് എല്ലാവരും തെരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ വളരെ പ്രയാസത്തിലാണ് നമ്മൾ നാട് കടന്നു പോകുന്നത്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നൊരു ബോഡി കിട്ടി. ഇന്നലെ ഞങ്ങൾ രാവിലെ 8 മണിക്ക് തുടങ്ങിയാണ്. ഇന്നലെ ഈ വൈകുന്നേരം പരിശ്രമം ഒരു 6 മണിയൊക്കെ നിർത്തി ഒന്ന് രാവിലെ വീണ്ടും ഇന്നിപ്പോൾ സ്മെല്ലുള്ള ആക്ച്വലി ഇനി തുടരുകയാണ്. ഇന്ന് രാത്രി 7 മണി വരെ തെരച്ചിലൊന്നും തുടരും. കാരണം ഇന്നലെ രാത്രി ഒരു 10:30 മുതൽ
7:30 വരെ, രാത്രി 7 മണി വരെ ഇവർ സജീവമായിട്ട് ഒരു ടീം അവിടെ കൂടി ഇട്ട് മരത്തിൻ്റെ എപ്പോഴും കരുതുന്നുണ്ട്. ഇന്നും ഇനി തുടരാനുള്ള തീരുമാനം തന്നെയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഇതായിക്കൊണ്ടാണ് മെഷീൻമാർ അടുത്തുള്ള വളരെ ബുദ്ധിമുട്ട് ജീവൻ പോലെ അവർക്ക് പണയപ്പെടുത്തിക്കൊണ്ടാണ് വലിയ പ്രവർത്തനം നടത്തിക്കൊടുക്കുന്നത്. ഒരുപാട് 2-3 ദിവസമായിട്ട് ഒരുപാട് കാലത്ത് ഇടപ്പൂർ ഭാഗങ്ങളായിട്ടാണ് ഇതുവരെ ഇവിടെ ഒരു ഓടി ഓടായിക്കൽ ചെയ്യുകയും അപ്പോൾ വലിയ മരങ്ങൾ ഒരിക്കലും എടുക്കാൻ സാധിക്കാത്ത മരങ്ങളുണ്ടായിരുന്നു. ആ മരങ്ങൾ ഇരുപത് സ്റ്റേഷനിലെ ഡ്രൈവറായ അദ്ദേഹം മുറിച്ചു മാറ്റുമ്പോൾ ബോഡി കിട്ടുകയും ഇന്നലെയും 2 ബോഡി കിട്ടിയെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. ഈ മരം മുറിച്ചു മാറ്റി മുഴുവനായിട്ട് മുറിച്ചു മാറ്റുന്നവരെ നമ്മൾ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. മാത്രമല്ല